നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. കേരളം മുഴുവൻ ശ്രദ്ധിക്കുന്ന പ്രക്ഷോഭമായി മാറിയ തിരുവനന്തപുരം ലോ അക്കാദമി ലോ കോളേജിലെ വിദ്യാർത്ഥി സമരത്തെ പിന്തുണയ്ക്കാൻ മുൻ മുഖ്യമന്ത്രിയും പ്രമുഖ കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടി എത്താത്തതിനെ ചൊല്ലി കോൺഗ്രസിൽ അമർഷം. വിദ്യാർത്ഥി പ്രക്ഷോഭം തിങ്കളാഴ്ച 20ാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഭരണപക്ഷത്ത് നിന്ന് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ഉൾപ്പെടെ പ്രമുഖ നേതാക്കളെല്ലാം സമരപന്തലിൽ എത്തി പിന്തുണ അറിയിച്ചു. പ്രിൻസിപ്പൽ ലക്ഷ്മി നായർ രാജിവെക്കണം എന്നതുൾപ്പെടെ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന മുഴുവൻ ആവശ്യങ്ങളും ന്യായമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രതിപക്ഷത്ത് നിന്ന് KPCC പ്രസിഡന്റ് VM സുധീരനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള നേതാക്കളെത്തി സമരത്തിന് പരിപൂർണ പിന്തുണ അറിയിച്ചു. എന്നാൽ ഉമ്മൻചാണ്ടി മാത്രം ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് മാത്രമല്ല, സമരവുമായി ബന്ധപ്പെട്ട് ഒരു വാക്കുപോലും മാധ്യമങ്ങളോട് പറയാൻ തയ്യാറായുമില്ല. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് സെക്രട്ടേറിയറ്റിന് സമീപത്തെ ഭൂമിയിൽ അനധികൃതമായി ലക്ഷ്മി നായർ ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിച്ചതിനെക്കുറിച്ച് പരാതി ഉയർന്നിരുന്നു. അതിനെക്കുറിച്ച് വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ നിർമ്മാണം നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. വിജിലൻസിന്റെ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് നടപടികളൊന്നും ഉണ്ടായില്ല. ഉമ്മൻചാണ്ടിയുടെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടായതുകൊണ്ടാണ് ലക്ഷ്മി നായർ അന്ന് നടപടികളിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നുമുണ്ട് വിമർശനം. അതുകൊണ്ടാണത്രേ ഉമ്മൻചാണ്ടി ഇപ്പോൾ സമരം കണ്ടില്ലെന്ന് നടിക്കുന്നത്. സമരപ്പന്തലിൽ എത്തിയാൽ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കലായി അത് മാറും. എന്നാൽ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളിൽ ഒന്ന് ലക്ഷ്മി നായരുടെ അനധികൃത ഭൂമി ഇടപാടുകൾ അന്വേഷിക്കുക എന്നതുകൂടിയാണ്. സ്വയം രക്ഷിച്ചയാളെ ശിക്ഷിക്കണം എന്ന ആവശ്യത്തിന് കൂട്ടുനിൽക്കാനുള്ള മടികൊണ്ടാണ് ഉമ്മൻചാണ്ടി സമരത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നത് എന്ന ആരോപണം കോൺഗ്രസിലും UDFിലും ശക്തി പ്രാപിക്കുകയാണ്. സരിത നായരുമായി ബന്ധപ്പെട്ട സോളാർ കേസിൽ നിന്ന് ഈ അടുത്താണ് ഉമ്മൻചാണ്ടി കുറ്റവിമുക്തനായത്. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ്, ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.